ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, നമുക്കിന്ന് 3 കാർഡ് എടുത്ത് അതിൻ്റെ എനർജി നോക്കാം. നമുക്ക് ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് ദ ഫൂൾ എന്ന കാർഡാണ്. ദ ഫൂൾ. രണ്ടാമത്തെ കാർഡ് 4 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. മൂന്നാമത്തെ കാർഡ് പേജ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് കുറച്ച് ഫ്രഷായിട്ടുള്ള ചില സ്റ്റാർട്ടപ്സ്, അതുപോലെ തന്നെ പ്രോജക്റ്റ്, പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം, നമുക്ക് അതിനകത്തൊരു വിജയങ്ങൾ, കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് കാണുന്നുണ്ട്. അതിനകത്ത് ചെറിയ ഒരു വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുടെയോ ഒരു ലീപ്പ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ, അതിൽ നമ്മുടെ ചൈൽഡിഷ് ബിഹേവിയർ പുറത്തെടുക്കാനും അതിനകത്തൂടെ നമുക്ക് പോയാൽ കുറേ കൂടി സാധ്യതകളുണ്ടെന്ന് തോന്നിക്കുകയും നമ്മളെ അതിനകത്തേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ് കാര്യങ്ങളാണ് നമുക്കവിടെ വരുന്നത്. അത് ഞാൻ ലാസ്റ്റ് പറയാം. 4 ഓഫ് കപ്സ് ഉണ്ട്. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ഫീൽ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കയ്യിലുള്ള ഒന്നിനെ നമ്മൾ വിട്ടിട്ട് അടുത്ത ഓപ്ഷൻസിലേക്ക് കടന്നു പോവുക. നമുക്ക് ഇതവിടെ ഇരിക്കട്ടെ, അടുത്തത് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, വേറെ അടുത്ത ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നാൽ നമുക്കത് കുറച്ചുകൂടി നന്നായിരിക്കുമെന്നുള്ള ചിന്ത. മൂന്നാമത്തെ കാർഡ് നമുക്ക് വളരെ നല്ല നല്ല കാര്യങ്ങൾ വരുന്നു എന്നുള്ള ആ ഒരു മനോഭാവമുണ്ട്. പക്ഷേ ആ മനോഭാവം ചിലപ്പോൾ നമുക്കത് ഗുണമായിട്ട് വരും, ചിലപ്പോൾ അത് അല്ലാതെയും വരും. കാരണം നമ്മുടെ ആ ചൈൽഡിഷ് ബിഹേവിയർ ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇപ്പം നിങ്ങളൊരു ജോലിയിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫ്രഷ് ന്യൂസ് വരാനിരിക്കുന്നു, അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ് വരാനിരിക്കുന്നു. ഇതൊക്കെ ആണെങ്കിലും ശരി, നമ്മളിലെ ചില തോട്ട്സ്, നെഗറ്റീവ് ആയിട്ടുള്ള കുറേ ഇൻഫ്ലുവൻസസ്, അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്കത് ദോഷമായിട്ട് വരും. അപ്പോൾ നിലവിലുള്ളതിനെ തട്ടിക്കളഞ്ഞിട്ട് മറ്റുള്ളതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്കുള്ളതും ഇല്ലാതെ വരും, പിന്നെ പുതിയതിൻ്റെ പുറകെ നടക്കാനേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം പേജ് ഓഫ് കപ്സും അങ്ങനെ തന്നെ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണോ, കരിയർ ആണെങ്കിലും ശരി, ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ കുറച്ച് ജാഗരൂകരായിട്ടിരിക്കുക, മനസ്സിൽ ചഞ്ചലപ്പെടാതിരിക്കുക. കുട്ടികളുടെ കൂട്ട് ഇന്നസെൻ്റായിട്ട് അതിൽ കയറി ചാടി ഇത് കയറി ഏത് കിട്ടിയാൽ ഏതാ നമുക്ക് ഗുണം, നമുക്കത് കുറച്ചും കൂടെ നല്ലതല്ലേ എന്നുള്ള ആ ചിന്തകൾ വെടിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനെ മുറുകെ പിടിച്ച് ആത്മാർത്ഥമായിട്ടിരിക്കുക. നിങ്ങൾക്ക് വളരെ ഒരു റെക്കഗ്നേഷൻ അല്ലെങ്കിൽ അതേമാതിരിയുള്ള ന്യൂ ബിഗിനിങ് കാര്യങ്ങൾ ഇതിൽ തന്നെ കിട്ടാൻ പോകുന്നു എന്നാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.